ബാക്ക് ടു ആൻഡ് ക്ലാസിക്സ് ബ്രദർ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പായസമാണ്. ഓണമൊക്കെ അല്ലേ, അപ്പം നമുക്കൊരു പായസം ഉണ്ടാക്കാം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന പായസം ഉള്ളി പായസമാണ്. അപ്പോൾ ഉള്ളി പായസം ഉണ്ടാക്കുന്നതിന് മുന്നേ എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, പായസം നമ്മൾ ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് ഉള്ളി വേവിച്ചിട്ട് മാത്രമേ പായസത്തിലേക്ക് ഇടാവൂ, അല്ലാതെ ഡയറക്റ്റായിട്ട് ഇടരുത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാവേ. അപ്പോൾ നമുക്ക് ഉള്ളിപ്പായസത്തിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കിയാലോ. ആദ്യം വേണ്ടുന്നത് ഒരു 2 മീഡിയം സൈസിലെ സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതാണ്. 3/4 ലിറ്റർ പാല് വേണം. 3 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് വേണം. പഞ്ചസാര ഏലക്കയും കൂടെ പൊടിച്ചത് 4 ടേബിൾ സ്പൂൺ വേണം. വളരെ കുറച്ച് നൈസായിട്ട് അരിഞ്ഞിട്ടുള്ള സവാള, ഇത് ഫ്രൈ ചെയ്തിട്ട് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് റേസിൻസും കാഷ്നട്ടും വേണം. ഇനി വേണ്ടത് നെയ്യാണ്. അപ്പോൾ ഇത്ര ഇൻഗ്രീഡിയൻസ് മതി. ഇനി നമുക്ക് എങ്ങനെയാണ് ഉള്ളി പായസം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഒരു പാത്രത്തിലേക്ക് സവാള ഇട്ട് കൊടുക്കാവേ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് വേവണം. അപ്പോൾ നമുക്ക് ഇത് ചെറുതായിട്ട് ചൂടാവുമ്പോഴത്തേക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് അടച്ചു കൊടുക്കാവേ. അപ്പോൾ നമ്മുടെ ഉള്ളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 15 മിനിറ്റ് ഇങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ലോ ഫ്ലെയിമിൽ. ഇനി നമുക്ക് സ്ട്രെയിൻ ചെയ്തെടുക്കാം. സ്ട്രെയിൻ ചെയ്തെടുക്കുമ്പോൾ കുറച്ച് തണുത്ത വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണേ. ഒരു അടി കട്ടിയുള്ള പാത്രത്തിലോട്ട് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നൈസായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നിടം വരെ ഒന്ന് വറക്കാവേ. ഞാനപ്പോൾ സവാള വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി നമുക്ക് കാഷ്നട്ട് ഇട്ട് കൊടുക്കാവേ. അതും അതുപോലെ തന്നെ നമുക്ക് വറുത്ത് കോരാം. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ കുറച്ച് റൈസിൻസും കൂടി ഇടാം. എന്നിട്ട് അത് നന്നായിട്ട് മൂക്കുമ്പോഴത്തേക്ക് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റാവേ. അപ്പം ഞാൻ കാഷ്നട്ടും റൈസിൻസും ഒക്കെ വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സെയിം പാത്രത്തിലോട്ട് തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് സവാള വഴറ്റിയെടുക്കാവേ. ഇനി നമുക്കിത് നന്നായിട്ട് സോട്ട് ചെയ്യാം. ഒരുമാതിരി സോട്ടായി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് പൊടിച്ച പഞ്ചസാരയും ഏലക്കയും കൂടെയുള്ള മിക്സ്ചറും കൂടി ഇട്ട് കൊടുക്കാവേ. ഇതൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാവേ. ഇനി നമുക്കിതിലേക്ക് 3 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ഒഴിച്ചു കൊടുക്കാവേ. എല്ലാം കൂടെ കുറുകി വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് പാല് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്യാം. ിട്ടുണ്ട് നമുക്കിനി ഇത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് കുറുകുന്നിടം വരെ നോക്കാവേ. ഇപ്പോൾ പായസം കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്നട്ടും റൈസിൻസും കൂടെ ചേർക്കാവേ. ലാസ്റ്റായിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും കൂടെ കുറച്ചും കൂടെ ചേർത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഓണ ഉള്ളി പായസം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ പായസം വെക്കുമ്പോൾ എന്തായാലും ഉള്ളി വേവിച്ചിട്ട് മാത്രമേ പായസം വെക്കാവൂ കേട്ടോ.
അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരേക്കും ബൈ.